and the beautiful symphony created by our individual notes coming up together as one. The next act is going to set the tone for the entire event. Give it up to wonderful Ajit uncle as he welcomes us all with his charm and enthusiasm. ആദ്യം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഞാൻ 2 ദിവസം മുമ്പ് പുറത്ത് ചെന്നൈയിൽ പോയിരുന്നു. അതിനുശേഷം തിരിച്ചു വരുന്ന വഴി എയർപോർട്ടിൽ ഇറങ്ങിയപ്പം അവിടെ വലിയ ബാനറൊക്കെ ഉണ്ട്, ഓണാശംസകൾ അല്ലെങ്കിൽ വെൽക്കം ടു കേരള എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ പിറകെ വന്നുകൊണ്ടിരുന്ന ഒരു NRI ഫാമിലി ആണെന്ന് തോന്നുന്നു. അവര് ചോദിക്കുന്നുണ്ട്, ഒരു ചെറിയ കുട്ടിയുണ്ട്, ഒരു 10 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുണ്ട്. അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നു, ഡാഡ് വാട്ട്സ് ഓണം. പുള്ളി എന്തോ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഓണം എന്നുള്ളത് പെട്ടെന്ന് ഇങ്ങനെ പിറകോട്ട് ആലോചിച്ചുകൊണ്ട് വന്നു. പണ്ട് ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ന്യൂസിലാൻഡുകാരനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഈ ഓണം സദ്യയൊക്കെ ഉണ്ടിട്ട് എല്ലാവരുടെ അടുത്തും ചോദിച്ചിട്ട് പറയുന്നു, ആക്ച്വലി വാട്ട്സ് ഓണം, യു ഗൈസ് ഈറ്റ് എ ലോട്ട്, യു ഗൈസ് സെലിബ്രേറ്റ് എ ലോട്ട്, യു ഗൈസ് ഹാവ് ബൂസ് അറ്റ് നൈറ്റ്. സോ എല്ലാ കാര്യങ്ങളും കാണിക്കും. എന്താണ് ഓണം എന്നുള്ളത് അന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നും എല്ലാവരും പറയും, ഇപ്പൊ കുട്ടികളുടെ അടുത്ത് ചോദിച്ചാൽ പറയും ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ, അങ്ങനെയല്ലേ നിങ്ങൾ പഠിക്കണത്? അപ്പൊ അങ്ങനെ ഒരു ആൻസർ പറഞ്ഞപ്പം എല്ലാവരും പറഞ്ഞു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽസ് ആർ ദർ മൾട്ടിപ്പിൾ പ്ലേസസ്. ലൈക്ക് നോർത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ബിഹു ഉണ്ട്, അതുപോലെ ആസാമിലും അതുപോലെ വേറെ എന്തോ ഒരെണ്ണം ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഹാർവെസ്റ്റ് ഫെസ്റ്റിവലുകളുണ്ട്. അപ്പം ഇതിനൊക്കെ അപ്പുറത്ത് ഓണം എന്താണ് എന്ന് നമ്മളെല്ലാവരും ഒന്ന് ആലോചിക്കേണ്ടതാണ്. അപ്പൊ ആലോചിക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഞാൻ മലയാളിയാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ത്യയുടെ താഴെയുള്ള ഈ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഒരാളാണെന്ന് ഏറ്റവും നന്നായി എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഒക്കേഷനാണ് ഈ ഓണം. അത് നമ്മൾ കൂടുതൽ ആഘോഷിക്കുക, ആക്ച്വലി ഞാൻ കൂടുതൽ ആഘോഷിച്ചിട്ടുള്ള ഇന്ത്യക്ക് പുറത്തുള്ള സമയത്തായിരുന്നു. അപ്പൊ അവിടെയൊക്കെ ഓണം സെലിബ്രേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച മുമ്പ് തുടങ്ങിയിട്ട് ക്രിസ്മസ് ആകുമ്പോഴാണ് ഓണം സെലിബ്രേഷൻസ് കഴിയുന്നത്. പല ക്ലബുകളും ഇതും എല്ലാം സദ്യയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ കേരളത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മലയാളി ഉണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു വളരെ നല്ല ഒരു ഒക്കേഷനാണ് ഓണം. ഇപ്പൊ ഇവര് കുട്ടികളെല്ലാവരും വലുതായിട്ട് പ്രോബബ്ലി ലോകത്തിന്റെ പല പല കോണുകളിൽ പോവുമായിരിക്കും. അപ്പൊ അങ്ങനെ പോകുമ്പോഴും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളില് ഓക്കെ, ഓണം വരുമ്പോ ഞാൻ കേരളത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു മലയാളി ഉണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറയാനുള്ള ഒരു കൂട്ടം സെലിബ്രേഷൻസ് ആണ് ഓണം. അതിന്റെ കൂടെ സദ്യ ഉണ്ടാവാം, പുലികളി ഉണ്ടാവാം, അതുപോലെ വടംവലി ഉണ്ടാവാം. ഇനി മേ ബി കുറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പുതിയ ഗെയിംസും ഒക്കെ വന്നു എന്ന് വരാം. ഇപ്പൊ പണ്ട് ഈ ഒരു മലയാളി എവിടെയുണ്ട് എന്ന് പറയുന്ന ഒരു കളിയാക്കുന്ന ഒരു ചൊല്ലുണ്ട്. അതായത് ആംസ്ട്രോങ് മൂണിലിറങ്ങുമ്പോ തൊട്ടടുത്ത ചായക്കടയിൽ മലയാളിയുടെ ചായക്കട നടത്തുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇപ്പം ചന്ദ്രയാന്റെ ഒക്കെ സമയമാണ്. കുറച്ചു കാലം കഴിയുമ്പോൾ അവിടെയും ഓണം സെലിബ്രേഷൻസ് ഉണ്ടാവും. പക്ഷെ എവിടെയാണെങ്കിലും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ, അതായത് ഇവിടുന്ന് ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു മൊമെന്റ് എന്നും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആൻഡ് അതായത് എപ്പോഴും ഓണത്തെ പറ്റി ഓർക്കുമ്പോൾ കുട്ടികൾക്കും അതുപോലെ എല്ലാവർക്കും അന്ന് പൈതൃകയിൽ ഓണം സെലിബ്രേഷൻ ആയിരുന്നു ഓണം എന്ന് എല്ലാവർക്കും മനസ്സിൽ നല്ല രീതിയിൽ ഉണ്ടാവട്ടെ, ഒരു ഇംപ്രഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും ഈ ഓണാഘോഷത്തിന് സ്വാഗതം ചെയ്യുന്നു. Thank you, Ajay, for the wonderful welcome speech. Today is not just about the festivities and fun. It's also about honoring those who bring a world of wisdom and love to our lives. Yes, you guessed it, our amazing grandparents. To honor our grandparents, we have a special token of appreciation to convey how much we value their presence in our lives. Could I request all the grandparents to come to stage?
എന്താണ് ഇത് കൊടുക്കണം? അങ്ങനല്ല, ഓരോരുത്തരും അല്ല, കുഴപ്പമില്ല, എല്ലാവരും എഴുന്നേറ്റ്. സൗണ്ട് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സ്റ്റേജിലേക്ക് ഹാജരായിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഞങ്ങൾ ആദരപൂർവ്വം സ്മരിക്കുന്നു. വന്നിട്ടുള്ള എല്ലാവർക്കും പൈതൃകയുടെ സ്വസ്തി ഫാമിലിയുടെ വക ചെറിയൊരു ഉപഹാരം എല്ലാവർക്കും നൽകുന്നതാണ്. സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുക. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുക. ആദ്യമായിട്ട് കൊച്ചുമക്കളല്ലേ കൊടുക്കുന്നത്? ഓക്കെ, എല്ലാ കൊച്ചുമക്കളും ഓരോരോ ഗിഫ്റ്റ് എടുത്തിട്ട് വന്ന് അപ്പൂപ്പനും അമ്മമാർക്കും കൊടുത്തേ. ഓടിവാ അമ്മു, അങ്ങോട്ട് നിങ്ങൾ ഫ്രണ്ടോട്ട് വരുമോ? അമ്മൂൻ്റെ ഓക്കെ, ഫോട്ടോ എടുക്കണം. അച്ഛനും അമ്മയും വരുന്നുണ്ട്. മോർണിംഗ് വാ, വെയിറ്റ് ചെയ്യും. മോൾ ആ സെൻറ്ററിൽ നിൽക്കും. അങ്ങോട്ട് നിൽക്കും. സെൻറ്ററിൽ വന്നിട്ട് വാങ്ങിക്കാം. ക്യാമറ ഫേസ് ചെയ്യുക. വാങ്ങിക്കുമ്പോൾ ക്യാമറ ഫേസ് ചെയ്യുക. താങ്ക് യു അങ്കിൾ ആൻഡ് ആൻറ്റി. നെക്സ്റ്റ് മോനൂസ്. അങ്ങോട്ട് നോക്കി ഒരു ക്ലിക്ക്. നെക്സ്റ്റ് പിക്കു. അച്ഛനും അമ്മയും ഫ്രണ്ടിലോട്ട് വാ.